പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധ രാജകീയ ത്രിത്വം നമ്മുടെ സമ്പൂർണ്ണ മനുഷ്യചേതനയിലും വസിക്കുന്നു എന്നതാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. സ്നേഹമുള്ളവരെയും, വരുവിൻ, കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം, അപ്പസ്തോലിക അനുശാസനം ആയ ഈ മതബോധന പഠനക്കളരിയിൽ ഇതാ നമ്മൾ 989 എപ്പിസോഡിലേക്ക് വന്നിരിക്കുന്നു. ഇത് നമ്മൾ പഠിക്കുന്നത് കുദാശകളെക്കുറിച്ച് കൂടുതൽ ആഴമായിട്ടുള്ള പഠനമാണ്. CCC 1127, 1084 പിന്നെ അതുപോലെയുള്ള ഭാഗം പഠിക്കാൻ പോവുകയാണ്. ഈ പഠനം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വലിയ വളർച്ചയ്ക്ക് കാരണമാകുന്നുവെന്ന് മാത്രമല്ല, സഭ മുഴുവനിലേക്കും വിശ്വാസത്തിൻ്റെ ഒരു ജ്വാല പ്രസരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ തലമുറകളിലേക്ക് ഇത് പ്രസരിക്കും. ഇന്ന് 2024 സെപ്റ്റംബർ 4 വരുവിൻ, നമുക്ക് ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. പ്രവചനത്തിനായിട്ട് കാതോർക്കാം. എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ഈ അത്ഭുതം മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനും നമ്മുടെ ഹൃദയം ജ്വലിപ്പിക്കുന്നതിനും ഈ പ്രബോധനത്തിൻ്റെ ആഴങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നതിനും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകും. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1 ലേഖനം 14 അധ്യായം 1 വചനം പറയുന്നത്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനഫലത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. ദൈവത്തിൻ കൈവിരൽ നീയേ, സ്വർഗത്തിൻ കൈയൊപ്പും നീയേ, ജീവന്റെ വചസ്സുകൾ നാവിൽ നിത്യം തൂവിത്തരുന്നതും നീയേ. എന്റെ വാത്സല്യഭാചനങ്ങളെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ എല്ലാ കഷ്ടതകളും, എല്ലാ തകർച്ചകളും, എല്ലാ പരാജയങ്ങളും, എല്ലാ അവഹേളനങ്ങളും വലിയ അനുഗ്രഹമാക്കി മാറ്റും. എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ പരാജയങ്ങളും തകർച്ചകളും അവഗണനകളും തിരസ്കരണങ്ങളും അവഹേളനങ്ങളുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ അതെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു. അതുപോലെ എല്ലാം ദൈവകരങ്ങളിൽ നിന്നും നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ദൈവമറിയാതെ ഒരു ഇല പോലും വീഴില്ല, ദൈവമറിയാതെ ഒരു ഇല പോലും വീഴില്ല എന്ന് ദൃഢമായി നിങ്ങൾ ശരണപ്പെടുവിൻ. നന്മ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, തിന്മ ഉണ്ടാകുമ്പോഴും, കഷ്ടതകളുണ്ടാകുമ്പോഴും, സഹനങ്ങളുണ്ടാകുമ്പോഴും ദൈവത്തെ ആശ്രയിക്കുവിൻ.
എന്നെ തന്നെ മുറുക്കെ പിടിക്കുവിൻ. എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളും നിങ്ങൾക്ക് അനുഗ്രഹമാക്കും. എൻ്റെ എല്ലാ സഹനങ്ങളിലും അതുപോലെ തന്നെ ഭയാനകമായ വേദനകളും നിങ്ങൾക്ക് അല്പം ഞാൻ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങളും ഞാനുമായി പൂർണ്ണമായി ഒന്നാകുന്നത്. എൻ്റെ വേദനകളും തിരസ്കരണങ്ങളും അവഹേളനങ്ങളിലും നിങ്ങൾ പങ്കാളിയാകുമ്പോൾ നിശ്ചയമായും എൻ്റെ പുനരുത്ഥാനത്തിലും മഹത്വത്തിലും നിങ്ങൾ പങ്കാളിയാകും. അതിനാൽ എൻ്റെ ജനമേ, നിങ്ങളുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് വിപരീത സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ, അപ്രതീക്ഷിതമായി പലതും സംഭവിക്കുമ്പോൾ നിങ്ങൾ കുലുങ്ങരുത്. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അതിനെതിരെ വീരോടെ പോരാടണം. ശലക്കരബക്കറ ശലക്കലബക്കറ ലവിയലബക്കറ ഉറുലബറബക്കറ. എൻ്റെ ജനമേ, എല്ലാം എന്നിൽ നിന്ന് എന്നിലൂടെ പൂർണ്ണതയിലേക്കെത്തും. എല്ലാം ഞാൻ പൂർണ്ണതയിലെത്തിക്കും. അതിനാൽ നിങ്ങൾ മറ്റാരെയും നോക്കാതെ എന്നെ തന്നെ നോക്കുവിൻ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ എന്നെ തന്നെ നോക്കിക്കൊണ്ട് മുന്നേറുവിൻ. നിങ്ങൾ ഉടനെ തളരുകയോ മനുഷ്യരെയോ മറ്റ് സിദ്ധാന്തങ്ങളെയോ ചിന്തിക്കാതെ എന്നെ തന്നെ നോക്കുവിൻ. എൻ്റെ ജീവിതം, എൻ്റെ സഹനം, എൻ്റെ മരണം, എൻ്റെ പീഡാനുഭവം, എൻ്റെ ഉയർപ്പ്, എൻ്റെ മഹത്വം, ഇത് എന്നും നിങ്ങൾ അനുഭവിക്കും. എന്നും അനുഭവിക്കും. അന്നന്നത്തെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരുവിൻ. നിങ്ങളുടെ ഭാരം എന്നെ ഏൽപ്പിക്കുവിൻ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ മാത്രമാണ് നിങ്ങളുടെ ആശ്വാസം. എന്നിൽ മാത്രം ആശ്വസിക്കുവിൻ. എന്നിൽ മാത്രം ആശ്വസിക്കുവിൻ. എന്നിൽ നിന്ന് മാത്രം ആശ്വാസം തേടുവിൻ. മറ്റാരിലേക്കും തിരിയാതെ. ഞാനാണ് നിങ്ങളുടെ നേതാവ്. ഞാനാണ് നിങ്ങളുടെ നേതാവ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരും. ഞാൻ അനുഗ്രഹം മാത്രമാണ്. പീഡാനുഭവം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. എങ്കിൽ മാത്രമേ ഉയർപ്പ് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അതിനാൽ പീഡാനുഭവം ഉണ്ടാകുമ്പോൾ വിശ്വസിക്കുവിൻ, ഉയർപ്പിലേക്കുള്ള മുന്നോടിയാണത്. ഉയർപ്പിലേക്കുള്ള ആരംഭമാണത്. പീഡാനുഭവമില്ലാതെ ഉയർപ്പില്ല. ശകലബക്കീര ലവലബക്കീര ഉറുലവലബക്കീര ഹീരിയലബറബക്കീര. ഇതായിരുന്നു നിങ്ങൾക്ക് ഞാൻ കൂടുതൽ ധൈര്യവും കൂടുതൽ വിശ്വാസവും നൽകുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളും കഷ്ടതകളുണ്ടായാലും വിശ്വാസത്തിന്റെ കണ്ണിലൂടെ കാണുവിൻ. വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി അത് ഉപയോഗിക്കുവിൻ. നിങ്ങളുടെ വിശ്വാസം ഇന്ന് ഞാൻ വർദ്ധിപ്പിക്കുന്നു. വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. തളരാതെ തളരാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.
എല്ലാവരും സ്തുതിച്ച് നന്ദിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. 1 കൊരിന്ത്യർ 16:13. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പൗരുഷവും കരുത്തുള്ളവരായിരിക്കുവിൻ. വരുവിൻ, നമുക്ക് ഉടനെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 20-ാമത്തെ വചനം ഓർക്കാം. കർത്താവ് അവരോടൊപ്പം പ്രവർത്തിക്കുകയും അടയാളങ്ങളിലൂടെ ആ പ്രവചനങ്ങൾ, വാക്കുകൾ, സന്ദേശങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. ആദ്യം കാണുന്നത് അപകടത്തിൽ തലയ്ക്ക് പരിക്ക് പറ്റിയ അവസ്ഥ. ആ തലയുടെ പരിക്ക് കർത്താവ് സുഖപ്പെടുത്തുന്നു. അപകടം മൂലം തലയ്ക്ക് പരിക്ക് പറ്റിയിട്ടുള്ള അവസ്ഥയിൽ ആ തലയുടെ പരിക്ക് സുഖപ്പെടുത്തുന്നു. മറ്റൊന്ന്, കാലിന്റെ എല്ലിന് പൊട്ട് എക്സ്റേയിൽ കാണാം. അത് കർത്താവ് സുഖപ്പെടുത്തുന്നു. കാലിന്റെ എല്ലിന്റെ പൊട്ട് കർത്താവ് സുഖപ്പെടുത്തുന്നു. മൂന്നാമതൊന്ന്, ഇടതുവശത്തെ എളിയില് നീര് വീണ് വികസിച്ച് വേദനിക്കുന്ന സ്ഥലം, അവിടെ ഇതാ കർത്താവ് സുഖപ്പെടുത്തുന്നു. നമുക്ക് നന്ദിയോടെ ഓർക്കാം. കർത്താവിൻ്റെ വലിയ കരുണയും അനുഗ്രഹവുമാണിതെല്ലാം. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകളിൽ നിന്നും കർത്താവ് ഇതെല്ലാം നമുക്ക് കാണിച്ചു തന്ന് അടയാളത്തിലൂടെ കർത്താവ് ഇന്നത്തെ പ്രവചനത്തെ സ്ഥിരീകരിക്കുന്നത്. ഇന്നത്തെ പ്രവചനം ഇതുപോലെ നമുക്ക് അവിചാരിതമായി പ്രശ്നങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഉടനെ മറ്റാരിലേക്കും പോകാതെ കർത്താവിൽ തന്നെ ദൃഢമായി ശരണപ്പെടുക എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി അത് സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഈ രോഗശാന്തികൾ കഴിയുന്നതും വേഗം സാക്ഷ്യപ്പെടുത്തുക. എൻ്റെ വാട്സപ്പ് നമ്പറിൽ സന്ദേശമായിട്ട് അയയ്ക്കാം. 00919447196033. നമ്മൾ ഉടനെ തന്നെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. രക്ഷയുടെ കൂദാശകളെക്കുറിച്ചുള്ള പഠനഭാഗത്തിൽ 4-ാം ഭാഗമാണ് രക്ഷയുടെ കൂദാശകൾ. 1127, പേജ് നമ്പർ 291. 1127. കൂദാശകൾ വിശ്വാസത്തിൽ യോഗ്യമായി ആഘോഷിക്കപ്പെടുമ്പോൾ കണ്ടോ, ഇതെല്ലാം വളരെ ശ്രദ്ധമാണ്. യോഗ്യതയോടെ ആഘോഷിക്കപ്പെടുമ്പോൾ അവ സൂചിപ്പിക്കുന്ന കൃപാവരം നൽകുന്നു. ഇത് കൗൺസിൽ ഓഫ് ട്രെൻറ്റ് പ്രബോധനമാണ്. കൂദാശകൾ വിശ്വാസത്തിൽ യോഗ്യമായി ആഘോഷിക്കപ്പെടുമ്പോൾ അവ സൂചിപ്പിക്കുന്ന കൃപാവരം നൽകുന്നു. അവ ഫലദായകങ്ങളാണ്, കാരണം അവയിൽ ക്രിസ്തു തന്നെ പ്രവർത്തിക്കുന്നു. ഇപ്പം നമ്മുടെ വിശ്വാസ വർധനവിന് ഇന്നത്തെ പ്രവചനത്തിൽ നമ്മൾ കേട്ടു, ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടുക.
അബ്രാഹത്തിനെയോ മോശയെയോ പഴയ നിയമ പ്രവാചകന്മാരെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടുകയല്ല. ക്രിസ്തു തന്നെയാണ് കൂദാശകളിൽ പ്രവർത്തിക്കുന്നത്. അവിടെ നിന്നാണ് മാമോദീസ നൽകുന്നത്. കണ്ടോ, ഓരോ കൂദാശയും സൂചിപ്പിക്കുന്ന കൃപാവരം നൽകുന്നതിനു വേണ്ടി തൻ്റെ കൂദാശകളിൽ പ്രവർത്തിക്കുന്നത് അവിടെ നിന്നാണ്. പിതാവ് സദാ സ്വപുത്രന്റെ സഭയുടെ പ്രാർത്ഥന ശ്രമിക്കുന്നു. പിതാവ് സദാ സ്വപുത്രന്റെ സഭയുടെ പ്രാർത്ഥന ശ്രമിക്കുന്നു. അപ്പൊ ഈ കൂദാശകളെല്ലാം നമ്മൾ ആരുടെയും വ്യക്തിപരമായ ഒരു അനുഷ്ഠാനമല്ല, സഭയുടെ പ്രാർത്ഥനയാണ്. സഭയാകട്ടെ ഓരോ കൂദാശയുടെയും റൂഹാഷണ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതാണ് റൂഹാഷണ പ്രാർത്ഥന. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, ഈ കുർബാനയിൽ ആവസിച്ച് ഉണ്ടോ. ആ റൂഹാഷണ പ്രാർത്ഥന സഭയാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. സഭയാകട്ടെ ഓരോ കൂദാശയുടെയും റൂഹാഷണ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്നു. അഗ്നി അത് തൊടുന്നതിനെല്ലാം തന്നിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവിടുത്തെ ശക്തിക്ക് വിധേയമാക്കപ്പെടുന്ന എന്തിനേയും ദൈവീക ജീവനായി രൂപാന്തരപ്പെടുന്നു. ദൈവീക ജീവൻ. അഗ്നി അത് തൊടുന്നതിനെല്ലാം തന്നിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവിടുത്തെ ശക്തിക്ക് വിധേയമാക്കപ്പെടുന്ന എന്തിനേയും കണ്ടോ ദൈവീക ജീവനായി രൂപാന്തരപ്പെടുത്തുന്നു. ഈ പാരഗ്രാഫ് മൊത്തമായിട്ട് നമുക്കൊന്നുകൂടി വായിക്കാം. കൂദാശകൾ വിശ്വാസത്തിൽ യോഗ്യമായി ആഘോഷിക്കപ്പെടുമ്പോൾ, അതാണ് ഇപ്പോൾ ഇലിസിറ്റാണെന്ന് സഭ പ്രഖ്യാപിച്ചിട്ടുള്ള കുർബാന ആഘോഷിച്ചതുകൊണ്ട് അതിൽ കൃപാവരം കിട്ടില്ല. അതാണ് വിശ്വാസത്തിൽ യോഗ്യമായി ആഘോഷിക്കപ്പെടുമ്പോൾ അവ സൂചിപ്പിക്കുന്ന കൃപാവരം നൽകുന്നു. അവ ഫലദായകങ്ങളാണ്, കാരണം അവയിൽ ക്രിസ്തു തന്നെ പ്രവർത്തിക്കുന്നു. അവിടെ നിന്നാണ് മാമോദീസ നൽകുന്നത്. ഓരോ കൂദാശയും സൂചിപ്പിക്കുന്ന കൃപാവരം. ഓരോ കൂദാശയ്ക്കും അതിൻ്റെതായ കൃപാവരമുണ്ട്. നൽകുന്നതിന് വേണ്ടി തൻ്റെ കൂദാശകളിൽ പ്രവർത്തിക്കുന്നത് അവിടെ നിന്നാണ്. നമ്മൾ ദൃശ്യമായിട്ട് കാണുമ്പോൾ വൈദികനായിരിക്കാം പരികർമ്മം ചെയ്യുന്നത്, എന്നാൽ ആ വൈദികന്റെ സാന്നിധ്യത്തിൽ ക്രിസ്തു തന്നെയാണ്, സഭ തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ പിതാവ് സദാ സ്വപുത്രന്റെ സഭയുടെ പ്രാർത്ഥന ശ്രമിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പാരഗ്രാഫിൽ നമുക്ക് പിതാവും പുത്രനും പിന്നെ റൂഹാക്ഷണ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവും, അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രവർത്തനം നമുക്ക് എല്ലാ കൂദാശയിലും കാണാം, എല്ലാ കൂദാശകളിലും. അപ്പോൾ ഇവിടെ ഇനിയുള്ള ഭാഗത്ത് ആദ്യം പറയുന്നത് പിതാവ് സദാ സ്വപുത്രന്റെ സഭയുടെ പ്രാർത്ഥന ശ്രമിക്കുന്നു. കണ്ടോ, പിതാവ് സദാ, അതൊരിക്കലും പിതാവിന് കേൾക്കാതിരിക്കില്ല. പിതാവ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, പുത്രന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് ഞാൻ ലഭിക്കും. അപ്പോൾ പിതാവ് സദാ സ്വപുത്രന്റെ സഭയുടെ പ്രാർത്ഥന ശ്രവിക്കുന്നു. പോയിന്റ് നമ്പർ 1, അത് പിതാവ്. കണ്ടോ, അപ്പോൾ പിതാവ്. ഇനി അടുത്തത് സ്വപുത്രന്റെ
സഭയുടെ പ്രാർത്ഥന. അപ്പോൾ അവിടെ പുത്രനും 2. ഇനി മൂന്നാമതായി സഭയാകട്ടെ, അതായത് പുത്രന്റെ സഭ, പുത്രൻ ഓരോ കൂദാശയുടെയും റൂഹാശന പ്രാർത്ഥനയിൽ, എല്ലാ കൂദാശയിലും പരിശുദ്ധാത്മാവിനെ വിളിച്ച് വരുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലുള്ള വിശ്വാസം 1. ഇനി അതുകൂടാതെ ഈ കൂദാശകളെല്ലാം നമ്മളെ രൂപാന്തരീകരിക്കുന്നതിനാണ്. അപ്പോൾ അഗ്നി ഇറങ്ങി വരട്ടെ. അഗ്നി എന്നുള്ളത് ആ രൂപാന്തരീകരിക്കുന്ന അവസ്ഥയാണ്. അഗ്നി എന്നിൽ കത്തിപ്പടരണമേ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ ആന്തരിക മനുഷ്യനെ, ആന്തരിക വ്യക്തിത്വത്തെ രൂപാന്തരീകരിക്കും. അഗ്നി അത് തൊടുന്നതിനെയെല്ലാം തന്നിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവിടുത്തെ ശക്തിക്ക് വിധേയമാക്കപ്പെടുന്ന എന്തിനേയും ദൈവീക ജീവനായി രൂപാന്തരപ്പെടുത്തുന്നു. അതായത് മാനുഷികതയെ ദൈവീകരിക്കുന്നു. മാനുഷികതയെ പരിശുദ്ധാത്മാവ് ദൈവീകരിക്കുന്നു. അതാണ് എല്ലാ കൂദാശകളിലും. ഇനി നമ്മൾ വീണ്ടും 3 മാർജിനൽ പാരഗ്രാഫുകൾ പഠിക്കുകയാണ്. 1054 അത് ക്രിസ്തുവിനെ കുറിച്ചാണ്. 1105 അത് എപ്പിക്ലേസിസ് ആണ്. 696 അതും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി. അഗ്നി എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? വരുവിൻ 1084 പോകാം. മഹത്വീകൃതനായ ക്രിസ്തു, ആരാധനക്രമത്തിൽ ക്രിസ്തുവിൻ്റെ പ്രവൃത്തി. മഹത്വീകൃതനായ ക്രിസ്തു 1084. അതിനുശേഷം നമ്മൾ വളരെയധികം പ്രാധാന്യമുള്ള 1085 അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ടും, ഉണ്ടോ, അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് എഴുന്നള്ളിയ ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ടും സഭയാകുന്ന തൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിനെ ചൊരിഞ്ഞുകൊണ്ടും താൻ സ്ഥാപിച്ച കൂദാശകളിലൂടെ തൻ്റെ കൃപാവരം പകർന്നു കൊടുക്കുവാനായി പ്രവർത്തിക്കുന്നു. ക്രിസ്തു പ്രവർത്തിക്കുന്നു. നമ്മൾ കൂദാശകളിൽ നമ്മുടെ അനുഷ്ഠാനത്തിനെയാണ് അധികം ചിന്തിക്കുന്നത്. പക്ഷേ ക്രിസ്തു പ്രവർത്തിക്കുന്നു. താൻ സ്ഥാപിച്ച കൂദാശകളിലൂടെ തൻ്റെ കൃപാവരം പകർന്നു കൊടുക്കാനായി പ്രവർത്തിക്കുന്നു. കൂദാശകൾ നമ്മുടെ ഇന്നത്തെ മനുഷ്യവംശത്തിന് അഭിഗമ്യങ്ങളായ ദൃശ്യങ്ങളായ അടയാളങ്ങൾ, വാക്കുകൾ, കർമ്മങ്ങളും ആണ്. അവ സൂചിപ്പിക്കുന്ന കൃപാവരത്തെ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വഴി ഫലദായകമായി അവ യാഥാർത്ഥ്യമാകുന്നു. ഫലദായകമായി അവ യാഥാർത്ഥ്യമാക്കുന്നു. യാഥാർത്ഥ്യം, റിയൽ. ഇതെൻ്റെ ശരീരമാകുന്നു, അതവിടെ സംഭവിക്കുന്നു. നമ്മൾ ലിറ്റർജിയെക്കുറിച്ച് പഠിച്ചു. എന്താണ് ലിറ്റർജിയിൽ സംഭവിക്കുന്നത്? ക്രിസ്തു 1076 ക്രിസ്തു വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. അപ്പോൾ ഓരോ കൂദാശകളിലും ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ
ഏതാണ്ട് ആകാശത്തിന് മുകളിലാണെന്ന് വിചാരിക്കരുത്. നമ്മളത് പല പ്രാവശ്യം പറഞ്ഞതാണ്. പിതാവിൻ്റെ വലതുഭാഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല, അത് ആ മെജസ്റ്റിയാണ്. ദൈവത്തിൻ്റെ അത്യുന്നതമായ ഔന്നത്യവും രാജകീയത്വവും ആണത്, ആ വലതുഭാഗം. അപ്പോൾ അത് നമ്മുടെ അടുത്ത് തന്നെയുണ്ട്, നമ്മളിൽ തന്നെയുണ്ട്. ആകാശത്തിന് മുകളിൽ എവിടെയോ അല്ല ആ വലതുഭാഗം. അതാണ് മനസ്സിൽ വിശ്വാസത്തിൻ്റെ ഒരു വലിയ ബോധ്യം ഉണ്ടാകേണ്ടത്. സ്വർഗം എന്നത് ഒരവസ്ഥയാണ്. അപ്പോൾ ആ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഒന്നിച്ചു വസിച്ചുകൊണ്ട്, എന്നാൽ അതേസമയം സഭയാകുന്ന തൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിനെ ചൊരിഞ്ഞുകൊണ്ട് താൻ സ്ഥാപിച്ച കൂദാശകളിലൂടെ തൻ്റെ കൃപാവരം പകർന്നു കൊടുക്കുവാനായി പ്രവർത്തിക്കുന്നു. കൂദാശകൾ നമ്മുടെ ഇന്നത്തെ മനുഷ്യവംശത്തിന് അഭിഗമ്യങ്ങളായ ദൃശ്യങ്ങളായ അടയാളങ്ങൾ. അതാണ്. ഇതൊന്നും പഴയ നിയമത്തിൽ അതിൻ്റെ സൂചനകളേ ഉള്ളൂ, യാഥാർത്ഥ്യമില്ല. മനുഷ്യവംശത്തിന് അഭിഗമ്യങ്ങളായ ദൃശ്യങ്ങളായ അടയാളങ്ങൾ വാക്കുകളും കർമ്മങ്ങളും ആകുന്നു. അവ സൂചിപ്പിക്കുന്ന കൃപാവരത്തെ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയും, അതാണ് ക്രിസ്തുവിൻ്റെ പ്രവൃത്തി, ക്രിസ്തുവിൻ്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വഴി ഫലദായകമായി അവ യാഥാർത്ഥ്യമാക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനസ്സിലായോ ഇല്ലയോ? അവ യാഥാർത്ഥ്യമാകുന്നു. എങ്ങനെ യാഥാർത്ഥ്യമാകുന്നു? രണ്ട് വശമാണ്. ഒന്ന് ക്രിസ്തുവിൻ്റെ പ്രവൃത്തി, മറ്റൊന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ക്രിസ്തുവും പരിശുദ്ധാത്മാവും രണ്ട് കരങ്ങൾ പോലെ പ്രവർത്തിക്കുന്നു. വരുവിൻ, ഇനി അടുത്തത് 1105 റൂഹാഷണ പ്രാർത്ഥന, എപ്പിക്ലെസിസ്. വിശുദ്ധീകരിക്കുന്നവനായ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് പുരോഹിതൻ പിതാവിനോട് യാചിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണിത്. കാഴ്ചവസ്തുക്കൾ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുന്നതിനും വിശ്വാസികൾ അവയെ സ്വീകരിച്ചുകൊണ്ട് അവർ തന്നെ ദൈവത്തിനുള്ള ഒരു സജീവ ബലിവസ്തുവായി തീരുന്നതിനും വേണ്ടിയാണിത്. റോമൻ 12:1 സജീവ ബലിവസ്തുവായി. റൂഹാഷണ പ്രാർത്ഥന, സിറോ മലബാർ ആരാധനക്രമത്തിൽ റൂഹാഷണ പ്രാർത്ഥന. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് അതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവജീവിതത്തിനും കാരണവുമാകട്ടെ. തുടരുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ
സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതാണ്. ഇനി നമ്മുടെ റൂഹാക്ഷണ പ്രാർത്ഥന തന്നെ സീറോ മലബാർ കുർബാനയുടെ ഏറ്റവും ആഘോഷകരമായ കുർബാനയിൽ റാസ കുർബാന എന്ന് പറയും. അതിൽ വിരിചുംബനം നടത്തുന്ന സമയത്തും റുഹാക്ഷണ പ്രാർത്ഥന തന്നെയുണ്ട്. പാവനമാം ബലിപീഠേ വന്നെത്തി വൈദികൻ സ്വർഗത്തേക്ക് കരങ്ങൾ ഉയർത്തിയവൻ റൂഹായേ ആദരവോട് പ്രാർത്ഥനയോടെ ക്ഷണിപ്പു സ്വർഗത്തിൽ നിന്നുമിതാ റൂഹാ വന്നു വസിച്ചു മിശിഹാദൻ തിരുഗാത്രം പാവനമാക്കുകയാണി യാഗത്തിൽ തൻ ശോണിതവും. അപ്പം ഇവിടെ വൈദികൻ ആ വിരിച്ചിരിക്കുന്ന വിരി അവിടെ മുട്ടുകുത്തി 3 പ്രാവശ്യം താണ് ചുംബിച്ചുകൊണ്ട് സ്വർഗത്തേക്ക് കരങ്ങൾ ഉയർത്തി റൂഹായെ ക്ഷണിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. മിശിഹായുടെ തിരുഗാത്രം പാവനമാക്കുമെന്ന് പറയുന്നത് മിശിഹായുടെ ശരീരമാകുന്ന സഭ. ആ സമയത്ത് അവിടെയുള്ള നമ്മളെല്ലാവരിലും. അപ്പോൾ ഇതാണ് റുഹാക്ഷണ പ്രാർത്ഥനയുടെ പ്രത്യേകത. ആ കാഴ്ച വസ്തുക്കൾ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുന്നതിനും വിശ്വാസികൾ അവയെ സ്വീകരിച്ചുകൊണ്ട് അവർ തന്നെ ദൈവത്തിനുള്ള ഒരു സജീവ ബലിവസ്തുവായി തീരുന്നതിനും വേണ്ടിയാണത്. സജീവ ബലിവസ്തു. ഇത് എൻ്റെ വലിയ അനുഭവമാണ്. ഒരിക്കൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ കുർബാന അനുഭവം എന്ന് പറയുന്നത് റുഹാക്ഷണ പ്രാർത്ഥന സമയത്ത് മുൻനിരയിലിരുന്ന എന്നിൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് ഞാൻ വാവിട്ട് കരഞ്ഞ് അവിടെ വലിയ ഒരനുഭവം ഉണ്ടായി എനിക്ക്. ലത്തീൻ ആരാധനക്രമത്തിലായിരുന്നു അത്. അപ്പോൾ ഏത് ആരാധനക്രമത്തിലായാലും റുഹാക്ഷണ പ്രാർത്ഥനയിലുള്ള പ്രവർത്തനം ഒന്നുപോലെയാണ്. വാക്കുകളും അടയാളങ്ങളും വ്യത്യസ്തമായിരിക്കാം. എലിയാ പ്രവാചകന്റെ കാലത്ത് കാർമൽ മലയിൽ അഗ്നി ഇറങ്ങി വന്ന പോലെ കർത്താവേ എനിക്കുത്തരമരുളണമേ, എനിക്കുത്തരമരുളണമേ, എനിക്കുത്തരമരുളണമേ എന്ന് പറഞ്ഞപ്പോൾ ഇതാ അഗ്നി ഇറങ്ങി വന്നു. അതുപോലെ എല്ലാ കുർബാനയിലും ഏത് ആരാധനാക്രമത്തിലായാലും പരിശുദ്ധാത്മാവ് അഗ്നിയായി ഇറങ്ങി വന്ന് ആ യാഗവസ്തുക്കളെ പവിത്രീകരിക്കുകയും ഈശോയുടെ ശരീരരക്തമാക്കി പൂർത്തിയാക്കുകയും ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഓരോരുത്തരും അവിടെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളാണ് അവിടുത്തെ പ്രധാന യാഗവസ്തു. നമ്മളെല്ലാവരും ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായി അർപ്പിക്കപ്പെടുകയാണ്. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു. മിശിഹാ കർത്താവിൻ തിരുമൈ നിണവുമിതാ പാവന ബലിപീഠേ എന്ന് പറഞ്ഞ് അർപ്പിക്കുമ്പോൾ സഭ മുഴുവനെയും അല്ലെങ്കിൽ ലോകം മുഴുവനെയും തന്നെ അവിടെ അർപ്പിക്കുകയാണ്. അതാണ് മിശിഹാ കർത്താവിൻ്റെ ശരീരം. അപ്പോൾ സുറിയാനി ലത്തീൻ ആരാധനക്രമത്തിൽ 3-4 തരത്തിലുള്ള റുഹാക്ഷണ പ്രാർത്ഥനയുണ്ട് അവിടെ. അതിനകത്ത് ഒരെണ്ണം ഏതാണ്ട് ഇതേപോലെയാണ്. Father, you are holy, the fountain of all holiness.
All holiness and life come from you through Jesus Christ by the working of the Holy Spirit. Therefore send thy Spirit and transform these gifts and make them the body and blood of Jesus Christ our Lord. ഈ സമയത്ത് പിതാവേ, പരമപരിശുദ്ധനായ പിതാവേ, അങ്ങിൽ നിന്ന് അങ്ങിൽ നിന്ന് യേശുക്രിസ്തു വഴിയായി ജീവനും പരിശുദ്ധിയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ വരുന്നു. അതിനാൽ പരിശുദ്ധാത്മാവേ, ഇറങ്ങി വന്ന് യാഗവസ്തുക്കളെ വിശുദ്ധീകരിച്ച് ഈശോയുടെ ശരീരരക്തങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നു. യാഗവസ്തുക്കൾ അപ്പവും വീഞ്ഞും സമർപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല, നമ്മളെല്ലാവരും അവിടെ യാഗവസ്തുക്കളാണ്. അതാണ് ഇവിടെ ഈ പാരഗ്രാഫിൽ 1105 അവസാന ഭാഗം പറയുന്നത്. അവിടെ കാഴ്ചവസ്തുക്കൾ ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുന്നതും അത് വിശ്വാസികൾ സ്വീകരിച്ചുകൊണ്ട് അവർ തന്നെ ദൈവത്തിനുള്ള ഒരു സജീവ ബലിവസ്തുവായി തീരുന്നതിനു വേണ്ടിയാണിത്. ഓക്കെ, ഇനി മൂന്നാമതായിട്ടുള്ളൊരു കാര്യം ഈ റുഹാഷണ പ്രാർത്ഥനയുടെ തന്നെ കുറേം കൂടി വിശദമായ ഒരടയാളമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചിഹ്നമാണ് അഗ്നി. അത് 696 ഖണ്ഡികയിലാണ്. 696 ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. 2 വർഷം മുമ്പാണ് പഠിച്ചത് അഗ്നി. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചത് 25/9/22 2 വർഷം മുൻപ്. അഗ്നി ജലം പരിശുദ്ധാത്മാവിൽ നൽകപ്പെടുന്ന ജനനത്തെയും ജീവന്റെ ബലദായകത്വത്തെയും വ്യഞ്ജിപ്പിക്കുമ്പോൾ അഗ്നി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ രൂപാന്തരം വരുത്തുന്ന ഊർജത്തെ സൂചിപ്പിക്കുന്നു. അതാണ് ഈ അഗ്നി പറയുമ്പോൾ തീനാളത്തെ ദൃശ്യമായിട്ട് കാണുന്നതിന് പകരം നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തെ രൂപാന്തരീകരിക്കുന്ന ഒരു കാര്യമായിട്ട് ഓർക്കണം. അഗ്നി പോലെ ഉയർന്നവനും പന്തം പോലെ ജ്വലിക്കുന്ന വാക്കുള്ളവനുമായ ഏലിയാ പ്രവാചകന്റെ പ്രാർത്ഥന കർമ്മലമലയിലെ ബലിവസ്തുവിന്മേൽ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കിക്കൊണ്ടുവന്നു. അങ്ങനെ തൊടുന്നതെല്ലാം രൂപാന്തരപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ ഒരു പ്രതിരൂപമായി ഈ സംഭവം. ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടി കർത്താവിന് മുൻപേ പോകുന്ന സ്നാപയോഹന്നാൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും മാമോദീസ നൽകുന്ന ഒരുവനായി മിശിഹായെ പ്രഖ്യാപിക്കുന്നു. ആത്മാവിനെ പറ്റി ഈശോ ഇങ്ങനെ പറയും: ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നു, അതിനകം കത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പന്തക്കുസ്താ ദിവസം രാവിലെ പരിശുദ്ധാത്മാവ് അഗ്നിയുടേതെന്ന പോലെ ഉള്ള നാവുകളുടെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേൽ ആവസിക്കുകയും അവരെ തന്നെ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. അഗ്നിയുടെ ഈ പ്രതീകാത്മകതയെ ആധ്യാത്മിക പാരമ്പര്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രകടമായ പ്രതീകങ്ങളിലൊന്നായി കാത്തു സൂക്ഷിക്കുന്നു. ആത്മാവിനെ കെടുത്തരുത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളിൽ ഏറ്റവും പ്രകടമായ പ്രതീകമാണ് അഗ്നി. എന്നാൽ നമ്മൾ സത്യത്തിൽ ഇനിയും രൂപാന്തരീകരണം മുഴുവനായിട്ടുണ്ടോ? നമ്മളിൽ ഇനിയും രൂപാന്തരീകരണമായിട്ടുണ്ടോ? അതിന് ഞാനൊരു പ്രാക്ടിക്കലായിട്ടൊരു കാര്യം പറയാം കേട്ടോ. വളരെ പ്രാക്ടിക്കലായിട്ടൊരു കാര്യം. ഇപ്പോൾ നമ്മൾ വളരെ എല്ലാ ദിവസവും കുർബാനയും പ്രാർത്ഥനയും എല്ലാം ചെയ്യുന്നവരാണ്. ഒരു ദിവസം പള്ളിയിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ കാണുന്നു നമ്മുടെ കൊച്ചുമകൻ അവിടെ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് ചായ കുടിച്ച് ആ പാത്രം മേശപ്പുറത്ത് മറിഞ്ഞു കിടക്കണം. അപ്പോൾ പള്ളിയിൽ നിന്ന് വന്ന അമ്മച്ചി
പറയാണ്, ഇതെന്താണ്, ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ പാത്രം അപ്പം തന്നെ കഴുകി വെച്ചൂടെ, അതവിടെ മറിഞ്ഞ അവിടെ ആ മേശ മുഴുവൻ ചീത്താക്കിയല്ലോ. കണ്ടോ, നമ്മൾക്ക് ഉടനെ ഉണ്ടായ ആ ഒരു റിയാക്ഷൻ, അതിനോട് നെഗറ്റീവായിട്ട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. കുർബാന എല്ലാം സ്വീകരിച്ച് വളരെ സമാധാനത്തിൽ വന്ന ആളാണ്. ഇവിടെ സമാധാനം ഉണ്ടായോ? ഒരു ചായയുടെ ഗ്ലാസ് മറിഞ്ഞു കിടക്കണ കണ്ടപ്പോഴേക്കും നമ്മുടെ സമാധാനം പോയി. നമ്മൾ അതിന് 2 വാക്ക് പറഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹം തിരിച്ച് 2 വാക്ക് പറഞ്ഞു. അദ്ദേഹം തിരിച്ച് 2 വാക്ക് പറഞ്ഞപ്പോൾ നമ്മൾ അതിന് അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, നമ്മളിൽ രൂപാന്തരീകരണം ഉണ്ടായോ മുഴുവനായിട്ട്? നമ്മൾ വിശുദ്ധ കുർബാനയിൽ സമാധാനം നമ്മളോട് കൂടിയെന്നെല്ലാം സമാധാനം സ്വീകരിച്ചു, വളരെ ഭയഭക്തിയോടെ കുർബാന സ്വീകരിച്ചെല്ലാം വന്നു. എങ്കിലും വീട്ടിൽ വന്നപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം കണ്ടപ്പോൾ ഉടനെ അസമാധാനത്തിലും വേദനിപ്പിക്കുന്ന വാക്കുകളിലും ഒരു പ്രതികരണം. ഇത് ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് പറയണം. ഇവിടെ എന്താണ്, നമ്മുടെ ആന്തരിക മനുഷ്യൻ രൂപാന്തരീകരിച്ചിട്ടില്ല എന്നതിൻ്റെ ഒരു അടയാളമാണ്. ഇങ്ങനെ നമ്മൾ ഓരോന്നിനെ നോക്കണം. ഇപ്പം നമ്മൾ പെട്ടെന്ന് നമ്മളോടൊരാൾ എതിർത്ത് സംസാരിച്ചു, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞാലും എന്ത് ചെയ്യും പിന്നെ, കണ്ടോ, ഉടനെ അവിടെ പൊട്ടിത്തെറിയായി. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ആന്തരിക മനുഷ്യൻ ഇപ്പോഴും രൂപാന്തരീകരിക്കപ്പെട്ടിട്ടില്ല. സാധാരണഗതിയിൽ എല്ലാം ഭംഗിയായിട്ട് പോകും. എന്നാൽ ആരെങ്കിലും ഒരു എതിർപ്പ് അല്ലെങ്കിൽ നമ്മളെ പ്രവോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രകോപിപ്പിക്കുന്ന മാതിരി സംസാരിച്ചു എന്ന് വിചാരിക്കണം. അങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ ശരിക്കും നമുക്കറിയാം നമ്മളിൽ രൂപാന്തരീകരണം ഉണ്ടായോ ഇല്ലയോ. നമുക്കിവിടെ നിർത്താം. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ കൂദാശകളിലൂടെ എല്ലാം പോകുമ്പോൾ ഈ കൂദാശകളുടെ ആ ഫലദായകത്വം നമ്മളിൽ ഉണ്ടാക്കുന്ന ഏറ്റവും ആവശ്യകരമായ ഒന്ന് നമ്മളിൽ ഒരു രൂപാന്തരീകരണമാണ്. അത് അങ്ങനെ പെട്ടെന്ന് മുഴുവനാകുന്നൊരു കാര്യമല്ല. നമ്മൾ വിചാരിക്കും ഇത് ശരിയായി വിചാരിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം അതിലും വലിയൊരു സാധനമായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികരണങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ അത് നമ്മളിലുള്ള രൂപാന്തരീകരണത്തെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉടനെ കർത്താവിലേക്ക് തന്നെ തിരിയണം. കർത്താവേ ഞങ്ങളെ പരീക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പറയണതിൻ്റെ കാര്യം അതാണ്. വരുവിൻ, നമുക്ക് ലെറ്റ് us thank and praise God. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ രൂപാന്തരീകരിക്കണമേ. ഞങ്ങൾ യാഗവസ്തുക്കളെ മാത്രം രൂപാന്തരീകരിച്ചാൽ പോരാ, നമ്മൾ ഓരോരുത്തരെയും രൂപാന്തരീകരിക്കണേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, കൂദാശകളിൽ ദൈവപിതാവ് പുത്രൻ്റെ സഭയുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും കേൾക്കുന്നു. റുഹാക്ഷണ പ്രാർത്ഥനയിലൂടെ നമ്മളെ രൂപാന്തരീകരിക്കുന്നു. അഗ്നി ഇറങ്ങി വന്ന പോലെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞ ഉദാഹരണം ഓർക്കുക. നമ്മൾക്ക് ഓരോ ദിവസവും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും നമ്മൾ ഇനിയും രൂപാന്തരീകരണം നടന്നിട്ടുണ്ടോ ഇല്ലയോ.